ഈ നോമ്പ് കാലത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വിശ്വാസ സമൂഹം എങ്ങനെയാണ് നോമ്പിനെ നോക്കിക്കാണുന്നതെന്നാണ് നമ്മൾ മാക് ടി വിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എന്നോടൊപ്പം ചേരുന്നത് പാറയിൽ ഇടവകാംഗങ്ങളാണ്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ലീന മാത്യൂസ്. ഞാൻ പാറയിൽ സെൻട്രൽ സ്കൂളിലെ അസിസ്റ്റന്റ് എച്ച് എം ആണ്. ഒപ്പം എസ് പി സ്കൂളിലെ ടീച്ചറും കൂടിയാണ്. സിസ്റ്റർ ലിസ്റ്റോസ് FCC. ഞാൻ ശോഭ റിട്ടയർഡ് പ്രിൻസിപ്പളാണ്. അപ്പം ഇവരെല്ലാവരും ടീച്ചിങ് രംഗത്ത് തന്നെ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ ടീച്ചറിനോട് തന്നെ ആദ്യത്തെ ഒരു ചോദ്യം ചോദിക്കാം. ടീച്ചറിന് നമ്മുടെ ഒരുപാട് നല്ല ഡിവോഷണൽ സോങ്ങുകളുണ്ട്. അതായത് ഭക്തിഗാനങ്ങൾ ഇഷ്ടംപോലെ നമുക്കുണ്ട്. ഈശോയുടെ സ്നേഹത്തിലൊക്കെ നമ്മൾ ഒന്നായിരിക്കുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. അതിൽ ഏറ്റവും ഹൃദയത്തിൽ തൊട്ടിട്ടുള്ള ഒരു ഭക്തിഗാനം, അല്ലെങ്കിൽ ഈശോ ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീല് തോന്നിയിട്ടുള്ള ഒരു ഗാനം? അതിന് എനിക്ക് ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ളൊരു പാട്ടാണ് സ്നേഹം എന്ന വാക്കിൻ്റെ അർത്ഥം ഈ ഭൂമിയിൽ. ഞങ്ങൾക്ക് വേണ്ടി രണ്ടുപേരും പാടാൻ പറ്റുമോ? നമ്മുടെ മാക് ടി വി പാട്ട് പാടാനത് വലിയായിട്ട് അറിയില്ല. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങു പൂർത്തിയാക്കുമ്പോ സ്നേഹം സഹനമാണെന്നു ഞാൻ അറിയുന്നു. താങ്ക് യു ടീച്ചറെ, വളരെ മനോഹരമായിട്ട് പാടിയ ഒരുപാട് അർത്ഥമുള്ള ഒരു പാട്ടാണ് അല്ലേ. ഇനി മറ്റൊരു അധ്യാപിക നമ്മളോടൊപ്പം ചേരുകയാണ്. നമുക്ക് ടീച്ചറിനോട് ചോദിക്കാം. ടീച്ചറെ, നമ്മൾക്ക് നോമ്പ് നമ്മളെല്ലാവരും എടുക്കാറുണ്ട്. അപ്പോൾ ടീച്ചറിനെ സംബന്ധിച്ച് എന്താണ് നോമ്പ്? ടീച്ചറിൻ്റെ നോമ്പ് എന്താണ്? ഈശോയുടെ കൂടെ ആയിരിക്കുക. അപ്പം ഞാൻ സാധാരണയായിട്ട് ഞാൻ ഒത്തിരി നോമ്പ് നോക്കുന്ന ആളാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും കളിയാക്കി പറയും ഞാൻ ആ നോമ്പ് കണ്ടുപിടിച്ചെന്നൊക്കെ എൻ്റെ വീട്ടിൽ പറയാറുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാൻ നോമ്പെടുത്താൽ ഞാൻ എന്തിനു വേണ്ടി നോമ്പെടുത്തോ ആ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. സത്യത്തിലാണ് പറഞ്ഞാൽ ഞാൻ പേഴ്സണലായിട്ട് ഒരു കാര്യത്തിനും വേണ്ടി നോമ്പെടുക്കാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര സ്പിരിറ്റാണ്. നമ്മൾ ഈ തപസ് പോലത്തെ ധ്യാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ കൂടിക്കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര എനർജിയാണ്. സിസ്റ്ററിനെ സംബന്ധിച്ച് ഈശോയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ടെന്നറിയാം. ഈശോയുടെ ശിഷ്യന്മാരെ നമുക്കറിയാം. 12 പേരും ഈശോയുടെ ജീവിത അവസാനം വരെ ഈശോയുടെ ഒപ്പം ഉണ്ടായിരുന്നവരാണ്. ഈശോയുടെ 12 ശിഷ്യന്മാരിൽ സിസ്റ്ററിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ശിഷ്യൻ ആരാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടം തോമസ് ലീഹായാണ്. എന്തുകൊണ്ട്? തോമസ് ലീഹ എന്ത് കാര്യവും കണ്ടേ വിശ്വസിക്കത്തുള്ളൂ. ആ ഒരു സ്വഭാവം എനിക്കും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് തോമസ് ലീഹ പിന്നെ ഭാരതത്തിലെ പ്രേക്ഷിതനാണ്. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തെ വെളിച്ചം പകർന്നു തന്ന തോമസ് ലീഹയാണ്. അതിനാൽ തന്നെ എനിക്ക് തോമസ് ലീഹയോട് ഭയങ്കര താല്പര്യമാണ്. അതുപോലെ തന്നെ ഈ വിശ്വാസത്തിൽ എന്ത് കാര്യത്തിലും ഈശോയോട് ശാഠ്യം പിടിച്ചൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഞാനും എൻ്റെ ജീവിതത്തിൽ എന്ത് കാര്യത്തിലും ഞാൻ ഈശോയോട് ശാഠ്യം പിടിച്ച് കാര്യം സാധിച്ചെടുക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തോമസ് ലീഹയാണ് എനിക്കിഷ്ടം.